മൂക്കിനകത്തോട്ടാണ് ചില പോയിസണസ് ഗ്യാസ് അടിക്കുന്നത്. അങ്ങനെ ഭയങ്കര ഇതാണ്. നമ്മൾ എങ്ങനെങ്കിലും അങ്ങ് റെഡിയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടാണ് നമ്മളെ ഇതാക്കുന്നത്. മനസ്സിലായില്ലേ? ലേസർ ഉപയോഗിക്കുക, പിന്നെ നമ്മുടെ മുടി ഒഴിക്കാൻ ഇന്ന് രാവിലെയാണ് കറ്റാർവാഴ. നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു കറ്റാർവാഴയുടെ ഒരു കുന്നത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? കറ്റാർവാഴ മുടി ഒഴിക്കാനാണോ? നമുക്കറിയത്തില്ല. മുടി ഒഴിക്കുന്നതിന് വേണ്ടിയാണോ കറ്റാർവാഴ? കറ്റാർവാഴ സൺസ്ക്രീൻ ആണ്, കറ്റാർവാഴ ഭയങ്കര കണ്ടീഷണർ ആണെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അവൻ മുടി കളിക്കാനൊന്നുമില്ല. മുടി കളിക്കാനൊന്നും ഓരോരുത്തരുടെ ആവശ്യമില്ല. കാരണം നമ്മൾ എന്താ നമ്മുടെ അമ്മമാരുടെ വയറ്റിൽ നിന്ന് വരുന്നത് നമുക്ക് നല്ല മുടിയായിട്ടാണ്. നമുക്കറിയാമല്ലോ, മുടിയിൽ എണ്ണ വേസ്റ്റാണ്. അതുപോലെ പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യാൻ നേരത്ത് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ചില പല പ്രൈവറ്റ് പാർട്സിലും അവിടെ ഇവിടെയൊക്കെ. അപ്പൊ അതൊക്കെ എന്താണ്, പിന്നെ അതുപോലെ കാലയില് കയ്യിലൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്ന എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടാണ്, ഒന്നുമല്ല. അതൊക്കെ ദൈവം തന്ന ഇതാണ്. അത് ചുമ്മാതെ ഈ ബിസിനസിന്റെ ഭാഗമായിട്ടാണ് മുടി കിളിക്കുന്ന എണ്ണ മറ്റേതാണ് മറ്റേതാണെന്നൊക്കെ പറയുന്നത്. കള്ളത്തരങ്ങളാണ് എല്ലാം, എല്ലാം കള്ളത്തരങ്ങളാണ്. അപ്പം ഇങ്ങനെ നടക്കുക, നമ്മളെ എങ്ങനെയെങ്കിലും പറ്റിച്ച് കഴിക്കാൻ വേണ്ടി കുറെ കള്ളരും കള്ളികളും. ഇവിടെ കേരളത്തിലാണ് ഇത്രയും ക്രിമിനൽസ്, ഇത്രയും ഭയങ്കര ക്രിമിനൽസ് ഈ കേരളത്തിലാണ്. ജോലി ചെയ്യാതെ ജീവിക്കുന്നവരെ കണ്ടാൽ നിൽക്കറിയാം. ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഇതാക്കുന്നത്. മനസ്സിലായില്ലേ? കുറെ എണ്ണം ഉണ്ട് ഇങ്ങനെ. പിന്നെ ഇപ്പൊ നമ്മുടെ തന്നെ ഇതറിയാം, അപ്പുറം ഇപ്പുറം ഒക്കെ കാണാതിരിക്കാൻ, അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങ് പൊക്കി കെട്ടിയിട്ടൊക്കെയാണ്. ഭയങ്കര ട്രാൻസ്പെറൻസി ഇല്ലായ്മ. ഇതാണ്, ട്രാൻസ്പെറൻസി ഇല്ലാത്ത ആൾക്കാരാണ് ഇവര്. ഇവര് എന്താണ്, ഭയങ്കര കള്ളത്തരമാണ്. നമ്മുടെ പാർട്ട്ണറിനെ പറയരുത്. ഭയങ്കര ഭയങ്കര റൂൾസ് ആൻഡ് ചട്ടമാണ്. ഇതാരാണ് ഇവന്മാരൊക്കെ? നമ്മളോട് നമ്മുടെ സ്ഥലത്ത് ജീവിക്കരുത്. ഇവന്മാരൊക്കെ ആരാണ് നമ്മളെ ഇതാക്കാനും? ഇത് ഇവിടെ എന്താ ഗൂണ്ടായിട്ട് നടക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജീവിക്കാനുള്ള അധികാരം നമുക്ക് തരുന്നുണ്ട്. എവിടെ വേണമെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിക്കാനും പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ള അധികാരം ഓരോ പൗരനും ഉണ്ട്, ഇന്ത്യൻ പൗരനും. ഇവരൊക്കെ ആരാണ് ഇതൊക്കെ നമ്മളോട് പറയാൻ? നെടുമങ്ങാടും, നമുക്ക് നെടുമങ്ങാടും ഒന്നും പോകാൻ കാര്യമില്ല. ഇതെന്റെ അച്ഛൻ്റെതാണ്. നമ്മൾക്ക് വാങ്ങിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് നമ്മുടെ അച്ഛൻ്റെതാണ്. ഇവിടെയാണ് ജീവിക്കുന്നത്. സഹദേവ മന്ദിരം, ഭരണിക്കാവ് വില്ലേജ്, വാർഡ് നമ്പർ 1, ഹൗസ് നമ്പർ 89. ഇവരൊക്കെ ആരെയാണ്? നമ്മളറിയാം. നമ്മുടെ പ്രോപ്പർട്ടി എന്താ വിറ്റു എന്ന് വരുത്താൻ നോക്കും. ഒരു KL29G1222 എന്ന് പറഞ്ഞത് ഒരുത്തം വരിക, പിന്നെ വൃന്ദ എന്ന് പറയുന്നവൾ വരിക. അവള് വന്നിട്ട് നമ്മുടെ വാട്സപ്പും ഫോണും ക്ലോൺ ചെയ്ത് വെച്ച് കോപ്പി ചെയ്ത് വെച്ചിട്ട് ഭയങ്കര ഡ്രാമകൾ നടത്തുക. ഇങ്ങനെ പല പല കുറ്റകൃത്യങ്ങളാണ്, വൻ കുറ്റകൃത്യങ്ങളാണ് ഇവന്മാർ ചെയ്യുന്നത്. സൈബർ, ഇതുപോലെ തന്നെ ഡൽഹിയിലും നമ്മളാണെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ കുറെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്താ, ഞാൻ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തപ്പം നമുക്ക് ഫയൽ ചെയ്യാത്ത സ്ഥലം എന്നൊക്കെ ഒരുത്തി വന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു, ഞാൻ ജോലി ചെയ്തപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കഥകൾ അവളും എല്ലാം നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ആരാണ് നമ്മളായിട്ട് അഭിനയിക്കാൻ? കള്ളികൾ എന്നിട്ട് ജോബ് ലോസ് ഇൻഷുറൻസ് ഒക്കെ വാങ്ങിക്കുക. അങ്ങനെ പല പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഇവന്മാർ ചെയ്യുക. എൻ്റെ എല്ലാം കിടപ്പുണ്ട്. ഞാൻ അവിടെ ഡൽഹി നിൽക്കുമ്പോൾ പോലുള്ള ഒരു തമിഴ് ഫാമിലി വന്ന് നമ്മുടെ നമുക്ക് തമിഴന്മാരെ എന്ന് പറയുന്നത്, പക്ഷെ തമിഴന്മാരെ അറിയുന്ന കുറെ കള്ളികളും കള്ളന്മാരും ഇവിടെ ഉണ്ട്. അവള് കുറെ തമിഴന്മാരെ എല്ലാം പിടിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെ കുറെ അവന്മാരും അവന്മാരും. നമുക്ക് ഈ തമിഴനെയും ഒന്നും കുമിഴനെയും ഒന്നും നമുക്കറിയത്തില്ല. തമിഴനെയും കുമിഴനെയും ഒന്നും അറിയേണ്ട കാര്യം നമുക്ക് ഇല്ലതാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ കുറെ കള്ളത്തരങ്ങളെങ്കിലും നമ്മുടെ പുറകിൽ നടന്ന് കാണിക്കുക. കട്ട തമിഴന്മാരും കുറെ കള്ളരും ആന്ധ്രക്കാരും ഒക്കെ. നമ്മളിവരെയൊന്നും അറിയത്തില്ല. നമുക്ക് ഒരൊറ്റ അതെല്ലാം പിടിച്ചനമ്മൾ വെച്ചിട്ടുണ്ട്. കായംകുളമൊന്നും അങ്ങനെ നമ്മളായിട്ടങ്ങ് അഭിനയിക്കുക. നമ്മുടെ ഫോണും അതും ഇതൊക്കെ വെച്ചോണ്ട് അങ്ങനെ പല രീതിയിലുള്ള വൻ സൈബർ തട്ടിപ്പുകളും ക്രിമിനലും ആക്ടിവിറ്റി എവിടെമാര് നടത്തുന്നത് നമ്മളെ വെച്ചോണ്ട്. ഇവിടോട്ട് ഇങ്ങനെ അടിക്കുക, ലേസർ നമ്മുടെ സയാറ്റിക് നെർവിന് കുഴപ്പം വരുത്തുക. അങ്ങനെ പല പല രീതിയിൽ അങ്ങനെ അങ്ങ് നോക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ഇതാക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ഫോണും കൊണ്ട് വന്ന ഇരിപ്പാണ്. ട്രാൻസ്പെറൻസി ഇല്ലാതെ ഇങ്ങനെ എല്ലാം പൊക്കി കെട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക ഇവിടുമാരുടെ ജോലി. രാവിലെ ഇങ്ങനത്തെ ഒരു വൃന്ദ എന്ന് പറയുന്നത് ഒരു കാശ്യന്തി KL29G1222 എന്ന് പറഞ്ഞൊരു കള്ളൻ. അവൻ ആരാണ്? അവന്റെ അപ്പൻ സമ്പാദിച്ചത് വരെ ഇവിടെ ഉണ്ടോ? നമ്മുടെ പ്രോപ്പർട്ടിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആരാണ്? ആൾമാറാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾമാറാട്ടം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മള് ചേനയാണ് തിന്നുന്നത്. നിങ്ങൾ 3 നേരം കഴിക്കത്തില്ലേ? നമ്മൾ ഒരു നേരമാണ് കഴിക്കുന്നത് ചേനയൊക്കെ. പിന്നെ ഒരു പീസ് ചേനയാണ് രാത്രി കഴിക്കുന്നത്. ഇത് മറ്റേ എന്ത് വണ്ണം വെക്കാനാണ്? നിങ്ങൾ പറയണം.
എന്താണ് നമ്മളെ അടിച്ചങ്ങ് വീർപ്പിക്കുക കുറെ ബ്ലോട്ടിംഗ് ഗ്യാസും അതും ഇതും എല്ലാം കൂടെ. നമ്മൾ ഡൽഹി രോഡയിലൊക്കെ വെച്ച് നിന്നപ്പോ നമ്മൾ 5ഉം 6ഉം മുട്ടയും ഒക്കെ ആഴ്ചയിൽ ഒരു 10 മുട്ടയിൽ കൂടുതൽ ഒരാൾ കഴിക്കുമായിരുന്നു. ഒരു കുഴപ്പവും വന്നില്ല. 10 മുട്ട ആഴ്ചയിൽ 3 ദിവസം ചിക്കൻ കറി, ഒരു കുഴപ്പവും വന്നില്ല. ഇങ്ങനെ ഇതാക്കുക നമ്മളെ പല രീതിയിൽ ഉപദ്രവിക്കുകയാണ്. ഭയങ്കര ഗ്യാസ് ഫില്ല് ചെയ്ത് വെക്കുക, അങ്ങനെ എന്തുവാ ഗ്യാസ് ഫില്ല് ചെയ്ത് നമ്മുടെ ചെസ്റ്റിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് വേദന ഉണ്ടാക്കുക. അങ്ങനെ പല പല രീതിയിലുള്ള പല രീതി അങ്ങ് നോക്കുകയാണ്. കുറെ എങ്ങനെങ്കിലും ഒന്ന് റെഡിയാക്കണമെന്നുള്ള ഇതോടൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മാരും. നല്ല ഉറക്കമോ? Hello? Hello? After having food, my Mukum is sleeping nicely. Don't die, my dear. Not all, please. ഒന്നുമില്ലമ്മേ. എന്താ Mukumé, what Mukum? My mom is asking what happened. Mukumé, I know your voice, my dear. When you sleep, na. Really? I thought of. What other is there in JLO? You saw JLO, what other is there? You downloaded? Uh, uh.
ആ ആ